നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട പ്രചാരണം ഒരു വഴിക്ക്, പല വിവാദങ്ങൾ വഴിയുള്ള ജനശ്രദ്ധ വേറൊരു വഴിക്ക്. അങ്ങനെ വമ്പിച്ച ഒരു പോപ്പുലാരിറ്റിയൊക്കെ നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം ശബരിമലയിൽ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് അയ്യൻ നേരിട്ടിറങ്ങി കളിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്നിട്ടും ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ചതുപോലെ പങ്കാളിത്തം ഉണ്ടാകാതിരുന്നത് തിരിച്ചടിയായി മാറി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോലും പ്രധാന വേദിയിലെ പകുതിയോളം കസേരകൾ ഒഴിഞ്ഞുകിടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരും പ്രധാന വേദിയിൽ ഉണ്ടായിരുന്നു. 3000 പേർക്കുള്ള ഇരിപ്പിട സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതോടുകൂടി മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് പ്രധാന വേദിയിൽ നടന്ന ചർച്ചയിൽ 50-ൽ താഴെ പേർ മാത്രമാണ് പങ്കെടുത്തത്. അതും പിടിച്ചിരുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. മാസങ്ങളായി വലിയ തോതിൽ പ്രചാരണം നടത്തിയിട്ടും പ്രതീക്ഷിച്ചത്ര ആൾക്കാർ എത്തിയില്ല എന്നത് തിരിച്ചടിയായി. പ്രസംഗിക്കാനുള്ള അവസരം വൈകിയതിനെ തുടർന്ന് തമിഴ്നാട് IT മന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജ് ഉദ്ഘാടന വേദി വിടാൻ ഒരുങ്ങി. സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വേദി വിട്ട ശേഷം ദേവസ്വം മന്ത്രി VN വാസവനാണ് പ്രസംഗിച്ചത്. തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബുവും പ്രസംഗിച്ചു. അടുത്തത് തന്റെ ഊഴമാകുമെന്ന് പ്രതീക്ഷിച്ച പളനിവേൽ ത്യാഗരാജനെ നിരാശനാക്കി NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ പേരാണ് പ്രസംഗത്തിനായി വിളിച്ചത്. ഇതോടെ അക്ഷമ പ്രകടിപ്പിച്ച പളനിവേൽ ത്യാഗരാജൻ വൈകാതെ വേദി വിട്ടിറങ്ങാൻ തുടങ്ങി. പുറത്തേക്കുള്ള വാതിലിന് സമീപം വരെ അദ്ദേഹം എത്തിയപ്പോഴാണ് സംഗതി പന്തിയല്ല എന്ന് വ്യക്തമായ ദേവസ്വം മെമ്പർ അജിത് കുമാർ ഓടിയെത്തി അദ്ദേഹത്തെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചത്. മന്ത്രിയെ വേദിയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു അദ്ദേഹം. എന്നിട്ടും തന്റെ അതൃപ്തി പ്രകടിപ്പിച്ച പളനിവേൽ ത്യാഗരാജനെ തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ റാവുവും അന്വയിപ്പിക്കാൻ ശ്രമിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശത്ത് നിന്നും 250-ൽ പരം വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഒരൊറ്റൊരാൾ പോലും കേരളത്തിന് ഈ ഒരു ആവശ്യത്തിനായി എത്തിയില്ല എന്നാണ് വ്യക്തമാകുന്നത്. എത്തിയതാകപ്പാടെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള 2 മന്ത്രിമാരായിരുന്നു. അതിലൊന്നാണെങ്കിലോ പിണങ്ങിപ്പോയി വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ IT മന്ത്രിയായ പളനിവേൽ ത്യാഗരാജനാണ് ആഗോള സംഗമ വേദിയിൽ തന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതിനെ തുടർന്ന് അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തത്. സംഗമത്തിൽ ഭക്തരെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് സർക്കാർ ജീവനക്കാരാണ്. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ വകുപ്പുകളിൽ നിന്നായി 100 കണക്കിന് ജീവനക്കാരാണ് എത്തിയത്. വനം, ആരോഗ്യം, ജലവിഭവം, വൈദ്യുതി തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത്. കൂടാതെ ദേവസ്വം വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിൽ നിന്നും വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. വോളണ്ടിയർമാരായും നിരവധി പേർ ഉണ്ടായിരുന്നു. വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാമുദായിക പ്രതിനിധികളും അല്ലാതെ ആധ്യാത്മിക ആചാര്യന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സംഗമം തുടങ്ങുന്നതിന് മുൻപുള്ള ഭദ്രദീപ പ്രകാശനത്തിന് ശബരിമല മുൻ തന്ത്രി കണ്ഠരർ മോഹനർ പങ്കെടുത്തത് സർക്കാരിന് തിരിച്ചടിയായി. നിലവിലെ ശബരിമല തന്ത്രി കണ്ഠരർ മഹേഷ് മോഹൻക്കൊപ്പമാണ് പിതാവ് മോഹനര് വേദിയിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിന് എത്തിയത്. ശബരിമല പ്രശ്നം, ശോഭ ജോൺ പ്രതിയായ കേസ് എന്നിവയിലൂടെ വിവാദ നായകനായ മോഹനരെ പിണറായി വിജയനും ഇടത് സർക്കാരിലെ മറ്റ് മന്ത്രിമാരും പല വേദികളിലും അവഹേളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാദ നായകനായ മോഹനരെ ശബരിമലയിൽ ഒരു പരിപാടിക്കും അടുപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കുറ്റം പറഞ്ഞവർ തന്നെ മോഹനരെ ഈ പരിപാടിയിൽ കൊണ്ടുവന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ നിറയുകയും ചെയ്തിരുന്നു. എന്തായാലും പവനായി ശവമായതുപോലെ തന്നെ പിണറായി വിജയൻ ശബരിമലയിൽ ശവമായി പോയി എന്ന ഉള്ള ട്രോളുകളും മറു സൈഡിൽ നിന്ന് വരികയാണ്. എന്തായാലും കാലിയായ കസേര നോക്കി വീണ്ടും പ്രസംഗിക്കാനുള്ള തന്റെ ജീവിതം ഇനിയും ബാക്കിയായി കിടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രി മനസ്സിലാക്കി വരികയാണ്.